കേരളത്തിലെ ബി.ജെ.പിക്കാരുടെ കോൺഫിഡൻസ് യോധ സിനിമയിലെ അപ്പുക്കുട്ടനില്ല എന്ന് വേണം പറയാൻ. തോക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അപ്പുക്കുട്ടൻ ആ സിനിമയിൽ പ്രകടിപ്പിക്കുന്ന ഒരു ധൈര്യമുണ്ട്. തോക്കുമെന്ന് ഉറപ്പാണ്. എന്നിരുന്നാലും തോക്കുന്ന സെക്കൻഡ് വരെ ഡയലോഗ് അടിച്ചും ക്യാമറകൾക്ക് മുന്നിലെ പ്രകടനം കൊണ്ട് കത്തിക്കയറും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ പോവുകയാണ്. കേരളത്തിൽ നിയമം എന്ന തേങ്ങ കയ്യാലപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് വീണ് അല്ലാതെ വേറൊരൊറ്റ സീറ്റിൽ കച്ചി തൊടാൻ പോകുന്നില്ലെന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന സകലമാന മനുഷ്യർക്കും അറിയാം. പക്ഷേ ബി.ജെ.പിക്കാർ 2500 ലഡുവിന് ഓർഡർ ചെയ്യും. അതിനോടൊപ്പം തന്നെ ജയിക്കുന്ന 11 സ്ഥാനാർത്ഥിമാരുടെ പ്ലക്കാർഡുകൾ റെഡിയാക്കി മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് 2 ഗീർവാണം അങ്ങ് കാച്ചിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ അപ്പുക്കുട്ടനെ തോപ്പിച്ച് കളയുമെന്ന് പറയേണ്ടി വരികയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് പൂർണ്ണ വിശ്വാസമുള്ള സ്ഥലങ്ങളാണ്. അതിൽ ഞങ്ങൾക്ക് 5-ൽ മേലെ മുകളിലോട്ട് 11 വരെയുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് ലഭ്യമാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രചരണത്തിനുള്ള സാമഗ്രികൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിതാ ലഡു ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 4-ാം തീയതി ഞങ്ങളുടെ വലിയ വിജയാഹ്ലാദമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിൽ ഈ പറയുന്നതിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് ഏതൊക്കെയാണ്? അതായത് നിയമം, രാജീവ് ചന്ദ്രശേഖർജി, കഴക്കൂട്ടം, മഞ്ചേശ്വരം, അതുപോലെ തൃശ്ശൂർ, പൂഞ്ഞാറ് ശ്രീ പി സി ജോർജ് സാറ് ജയിക്കും. അതുപോലെ ഷോൺ ജയിക്കും. തിരുവല്ല നിങ്ങൾ പല സമയത്തും ചർച്ച ചെയ്യുന്ന സമയത്ത് സംശയം പ്രകടിപ്പിച്ചും അകറ്റി നിർത്തിയിരിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, തിരുവല്ലയും ജയിക്കും. പാലക്കാട് ജയിക്കും. ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇത് വിജയം ഉണ്ടായില്ലെങ്കിൽ അതൊരു ട്രോളായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നേ. വിജയം അങ്ങനെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസമല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു പരാജയം കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്ന സംഘടനയാണ്. അങ്ങനെയൊന്നുമില്ല, പരാജയം ഞങ്ങൾക്കില്ല. അതിൻ്റെ അകത്ത് ചാൾസ് ശോഭരാജ് എന്ത് എന്ന് ചോദിക്കണേക്കാൾ അപ്പുറമാണ്. 2500 ലഡുവിന് ഓർഡർ ചെയ്തു. അതായത് മുൻകൂട്ടിയാണല്ലോ. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങൂല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് പൊലിപ്പിച്ച് പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കി 2500 ലഡുവും വായിപ്പിച്ച് ഒരു പക്ഷേ തോറ്റ ഒരു 19 ലഡു എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ എങ്ങനെയും കൃഷി ഇറക്കി ജീവിക്കാൻ കഴിയുന്ന അണികൾ, ആ അണികളുടെ പൊലിപ്പീര് തെരഞ്ഞെടുപ്പ് ദിവസം വരെ കേട്ട് മോഹന സ്വപ്നത്തിൽ ആറാടുന്ന ബി.ജെ.പി നേതാക്കന്മാരുടെ മനോഭാവം, അതായത് എങ്ങനെ വേണം നേതാക്കന്മാരെ തോക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് ജയിക്കുമെന്ന് പറയുന്ന നേതാക്കന്മാരെ പരമാവധി ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് ഓരോ ദിവസവും അവരെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കിച്ച് കാര്യങ്ങൾ കാണുക. അതിനുവേണ്ടി ഓരോരുത്തർ കാണിക്കുന്ന ഓരോ വേലയിറക്കലുകൾ നാട്ടുകാർ കാണേണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കെ ഈ പറയുന്ന ദൃശ്യങ്ങൾ, ഇതിൽ ഒരു മനുഷ്യരും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നിട്ട് പോലും ഇങ്ങനെ പ്രകടനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ നാളുകളിൽ നാട്ടുകാർ പരിഹസിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അപാര തൊലിക്കട്ടിയുള്ളവരാണ് ഞങ്ങൾ എന്ന് സംഘികൾ വീണ്ടും തെളിയിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് വേണം ഇമാതിരി കോപ്രായങ്ങളെ കാണാൻ. ഒരു പക്ഷേ ഓർഡർ ചെയ്തെങ്കിൽ എന്ത്, നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ? നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇതെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി ഒരുക്കി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അന്തസ്സുണ്ട്. പക്ഷേ അന്ന് ഇതിന് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടില്ല. ഇന്നാകുമ്പോൾ നമ്മളെ ക്യാമറയെ കാണിക്കും, 2 ഡയലോഗ് അടിച്ചാൽ കേൾപ്പിക്കാനായിട്ട് ചാനലുകൾ വരും. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഈ കത്തിക്കലുകൾ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് കത്തിച്ച് വിടുന്ന ആ മനോഭാവവും ആ സ്വഭാവ രീതിയും നാട്ടുകാർ കണ്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.